പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെ അറിയാത്തവരാരുമില്ല. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെക്കാളും പ്രസിഡന്റിനേക്കാളും അധികാരം കൈയാളുന്ന ഫീൽഡ് മാർഷൽ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ തോറ്റ് പരാജയപ്പെട്ട് തവിടുപൊടിയായപ്പോൾ അസിം മുനീർ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഞാൻ തോറ്റിട്ടൊന്നുമില്ല, അതുകൊണ്ട് തോറ്റതായിട്ട് എന്നെ ലോകത്തിന് മുന്നിൽ ചിത്രീകരിക്കാനും പറ്റില്ല, എനിക്ക് ഫീൽഡ് മാർഷൽ പദവി വേണം എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി പാവം ഷഹബാസ് ഷെരീഫ് ആ പദവി കൊടുത്തു. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ പാകിസ്ഥാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മുനീറിനെ അട്ടിമറിക്കാൻ ISIയും പാകിസ്ഥാൻ ചാര സംഘടനയും അവിടുത്തെ ജമായത്തുൽമ ഇ ഇസ്ലാം അടക്കമുള്ള ഇസ്ലാമിക പാർട്ടികളും ചേർന്ന് കരുനീക്കം നടത്തുന്നു എന്നാണ്. ഇസ്ലാമിക പാർട്ടിയുടെ ഈ ജമായത്ത് ഉൽമ ഇ ഇസ്ലാമിൻ്റെ ചെയർമാൻ മൗലാന ഫാവലൂർ റഹ്മാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, അസിം മുനീറെ തനിക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ താൻ ആ കുപ്പായം ഊരി വെച്ചിട്ട് രാഷ്ട്രീയത്തിനിറങ്ങാം. അപ്പോൾ അറിയാൻ പറ്റും ഒരു യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരു കഴുതയ്ക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് അപ്പോൾ അറിയാൻ പറ്റും എന്ന് പറഞ്ഞ ഫസലൂർ റഹ്മാൻ പിന്നെയും പറഞ്ഞിരിക്കുന്നു, ഇപ്പൊ പാകിസ്ഥാന്റെ പല സ്ഥലത്തും വലിയ ഭീകരാക്രമണങ്ങൾ നടക്കുകയാണ്, POKയിലേക്ക് ചെല്ലാൻ വയ്യ, ബലൂചിസ്ഥാൻ ഏതാണ്ട് കയ്യിൽ നിന്ന് പോയി, ഇപ്പം നിങ്ങൾ എന്താ പറയുന്നത്, ജനങ്ങൾ ആയുധമെടുത്ത് തീവ്രവാദികൾക്കെതിരെ പൊരുതാനോ, വിഘടനവാദികൾക്കെതിരെ പൊരുതാനോ? പട്ടാളക്കാർക്ക് ഞങ്ങൾ ശമ്പളം തരുന്നുണ്ട്, മര്യാദയ്ക്ക് പട്ടാളത്തിൻ്റെ പണി ചെയ്യണം, അല്ലാതെ രാഷ്ട്രീയം കളിക്കാൻ താൻ ഇറങ്ങരുത്, ഇറങ്ങിയാൽ തന്നെ ഞങ്ങൾ പുറത്താക്കാനുള്ള പണി നടത്തുമെന്ന് അവിടുത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക പാർട്ടി ജമായത്തെ ഇസ്ലാമിയുടെ അതേ സ്വഭാവത്തിലുള്ള പാർട്ടി പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ഇത് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയുടെ തുടർച്ച എന്ന നിലയിലാണ്. അപ്പോൾ നമുക്കറിയാം പാകിസ്ഥാനിൽ ജൂലൈ 27-ന് POKയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1 മാസമായി വലിയ സംഘർഷമാണ്, 100 ആളുകൾ കൊല്ലപ്പെട്ടു, 4000 റേഞ്ചർമാരെ വിട്ടിരിക്കുന്നു, അവർ ഇന്ത്യയിലേക്ക് ചേരണമെന്ന് പറയുന്നു. ബലൂചിസ്ഥാൻ മേഖലയിൽ ബലൂജ് പ്രത്യേക റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച് BLA പ്രഖ്യാപിച്ചിരിക്കുന്നു. 85% ഭൂപ്രദേശവും ഞങ്ങളുടെ നിയന്ത്രണത്തിലേക്കാണ്, ഞങ്ങളുടെ കൊടി, ഞങ്ങളുടെ പണം, ഞങ്ങളുടെ കോടതി, ഞങ്ങളുടെ പാസ്പോർട്ട് ഇതൊക്കെ നടപ്പാക്കാൻ പോവുകയാണെന്ന് BLA പറയുന്നു. അങ്ങനെ പാകിസ്ഥാൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഖൈബർ പക്തൂൺഖ മേഖലയിൽ വലിയ കലാപം, ഇതെല്ലാം വളരെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതിൻ്റെ ഉത്തരം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2 ദിവസമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഇത് പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISI ഓർഗനൈസ് ചെയ്യുന്നതാണ്. ISIക്ക് അവിടെ അഖാനി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു തീവ്രവാദ വിഭാഗമുണ്ട്. അഖാനി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു അഫ്ഗാൻ ചായ്വൊക്കെ പ്രകടിപ്പിക്കുന്ന തീവ്രവാദ സംഘടനയാണ്. പക്ഷേ എക്കാലത്തും അവർക്ക് ആയുധം കൊടുത്ത്, അവർക്ക് പണം കൊടുത്ത് അവരെ സഹായിക്കുന്നത് ISI ആണ്. വളരെ പെട്ടെന്ന് ഈ അഖാനി നെറ്റ്വർക്ക് സജീവമായിരിക്കുന്നു. അവർക്ക് പണം വേണം, ആയുധം വേണം, അത് കൊടുക്കാൻ ലോകത്ത് ISI മാത്രമേ ഉള്ളൂ, പാകിസ്ഥാൻ്റെ ചാരസംഘടന മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അഖാനി നെറ്റ്വർക്കാണ് ബലൂജിൽ, POKയിൽ, ഖൈബർ പക്തൂൺഖായിലൊക്കെ നടക്കുന്ന പാകിസ്ഥാനിലെ തീവ്രവാദ സ്വഭാവമുള്ള ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. അപ്പോൾ നോക്കൂ, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, അവർക്ക് മുകളിൽ അസിം മുനീർ പട്ടാളത്തിൻ്റെ തലവൻ. അവിടുത്തെ ISI പാകിസ്ഥാനിൽ തന്നെ അഖാനി ഗ്രൂപ്പിനെ ഉപയോഗിച്ച് അട്ടിമറി നടത്തുന്നു. എന്നിട്ടോ ജനവികാരം എതിരാക്കുന്നു. ഇതിനെ നേരിടാൻ പട്ടാളം പരാജയപ്പെട്ടിരിക്കുന്നു. അസിം മുനീർ മാറണം, അല്ലെങ്കിൽ അസിം മുനീറിനെ തീർക്കണം. ഇതാണ് ലൈൻ എന്നാണ് പൊതുവിൽ പറയുന്നത്. കാരണം അത് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നേരത്തെ ISIയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു അസിം മുനീർ, എന്നിട്ടാണ് പട്ടാള മേധാവിയാവുന്നത്. അസിം മുനീർ എത്ര വീരവാദം മുഴക്കിയാലും ISIക്ക് അറിയാം ഇന്ത്യയുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ തോറ്റു എന്ന് കൃത്യമായിട്ടറിയാം. അതോടുകൂടി തോൽവി പുറം ലോകം അറിയാതിരിക്കാൻ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങൾ അറിയാതിരിക്കാനുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഒക്കെ നടത്തി രാഹുൽ ഗാന്ധിയെ കൊണ്ടുമൊക്കെ പറയിപ്പിച്ചതിന് ശേഷം ഫീൽഡ് മാർഷൽ പദവിയും കൂടെ നേടിയെങ്കിലും ISIക്ക് സത്യം അറിയാം. അതുകൊണ്ട് തോറ്റ ജനറലാണ് ISIയെ സംബന്ധിച്ചിടത്തോളം അസിം മുനീർ. അതുകൊണ്ട് ISIക്ക് പട്ടാള മേധാവിയോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പട്ടാള മേധാവിമാരെ എക്കാലത്തും നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ISI ആണ്. പക്ഷേ അസിം മുനീർ ഒരു പണി ചെയ്തു. ISI വളരെ സജീവമായി പ്രവർത്തിക്കാതിരിക്കാൻ ISIയുടെ ഫണ്ട് കട്ട് ചെയ്തു അസിം മുനീർ. അതോടുകൂടി ISIക്ക് വലിയ പകയുണ്ടായിരിക്കുന്നു. അതുമാത്രമല്ല, അവിടെ
പലയിടത്തും ഇപ്പോൾ ലേഡി ഫിദായിനുകൾ ഉണ്ട്. എന്ന് വെച്ചാൽ ലേഡി ചാവേറുകൾ, വനിതാ ചാവേറുകളെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. വനിതാ ചാവേറുകളെ ഉപയോഗിക്കാനുള്ള കാരണം ഈ അസിം മുനീർ ഭയങ്കര ഖുറാൻ പ്രേമിയൊക്കെ ആണെങ്കിലും വലിയ സ്ത്രീലമ്പടനാണ് എന്നാണ് പറയുന്നത്. ഈ ലിയർ ജെറ്റ് പാർട്ടികൾ പാകിസ്ഥാനിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പാകിസ്ഥാൻ്റെ വിമാനം ആകാശത്തേക്ക് പറക്കും, പറന്ന് ആകാശത്ത് നിൽക്കും, അന്ന് അതിലേക്ക് കുറേ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും, അവിടെ വെച്ച് അതിനകത്ത് പാർട്ടിയാണ്. എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ ആകാശത്തിൽ ഉയർത്തി ലിയർ ജെറ്റ് പാർട്ടികൾ നടത്തുന്നു. അതുകൊണ്ട് ISI ഒരു വനിതാ ചാവേറിനെ, അസിം മുനീറിനെ കൊല്ലാൻ വേണ്ടി വിടുമോ എന്നുള്ള തിയറികളൊക്കെ ഇപ്പോൾ വ്യാപകമാണ്. മാത്രമല്ല അസിം മുനീറിൻ്റെ നിലപാടുകളെ മുൻ സൈനിക മേധാവിയായിരുന്ന ജനറൽ ബജ്വ എതിർത്തപ്പോൾ മുൻ സൈനിക മേധാവി ആയതുകൊണ്ട് അസിം മുനീറിൻ്റെ പിൻഗാമി, അസിം മുനീറിൻ്റെ തൊട്ട് മുമ്പ് ജനറലായിരുന്ന ബജ്വ വിരമിച്ച ഉടനെ അസിം മുനീറിൻ്റെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് ബജ്വ വിമർശിക്കുന്നുണ്ടായിരുന്നു. അസിം മുനീർ ഉടനെ ചെയ്തെന്താണെന്നറിയോ? മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ സുരക്ഷ ബജ്വയ്ക്കുണ്ടായിരുന്നു, അതൊക്കെ പിൻവലിച്ചു. അതിനുശേഷം നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, ഞാനാണ് ഇന്ത്യ ലൈവിലൂടെ നിങ്ങളോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ഈ ജനറൽ ബജ്വ കൊല്ലപ്പെട്ടു. കുളിമുറിയിലാണ് കൊല്ലപ്പെട്ടത്. കുളിമുറിയിൽ മരുമകൾ അയാളുടെ തലയ്ക്ക് ബക്കറ്റിനടിച്ചു കൊന്നു എന്തായിരുന്നു വാർത്ത വന്നത്. മരുമകൾ കുളിച്ചപ്പോൾ ഇയാൾ എന്തിനാണ് മരുമകളുടെ കുളിമുറിയിൽ കയറിയത് എന്നൊക്കെ അന്ന് സംസാരം ഉണ്ടായിരുന്നു. പക്ഷേ അയാളുടെ മരണം സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. തലയോട്ടിക്ക് 4 പൊട്ടലുണ്ടായിരുന്നു എന്നാണ് ഔദ്യോഗികമായി പുറത്തു വന്ന വാർത്ത. അത് ഔദ്യോഗികമായി സൈനിക ബഹുമതിയോടെ ഈ ശവസംസ്കാരം നടക്കുകയും ചെയ്തു. പക്ഷേ അസിം മുനീറിൻ്റെ വിമർശകനായതുകൊണ്ട് ബജ്വയെ കൊന്നതാണ് എന്ന് ആരോപണമുണ്ട്. ഇതിലും ISIക്ക് അതിശക്തമായ പ്രതിഷേധമുണ്ട്. ഈ സമീപ ദിവസങ്ങളിലൊക്കെ പാകിസ്ഥാനിൽ നടന്ന അവിടുത്തെ റേഞ്ചേഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിക്കപ്പെടുന്നു, ബലൂജ് മേഖലയിലുള്ള പട്ടാളക്കാരെ കൊല്ലുന്നു. അങ്ങനെ നിരവധി ആളുകളെ ഇങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ BLA, TTP ഒക്കെ കൊന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ പിന്നിൽ നേരത്തെ പറഞ്ഞ പോലെ അഖാനി ഗ്രൂപ്പിന് വാടകയ്ക്കെടുത്ത് ISI ചെയ്യുന്നതാണെങ്കിൽ അത് അതീവ ഗുരുതരമായ തരത്തിലേക്ക് പാകിസ്ഥാൻ സൈന്യവും ISIയും തമ്മിലുള്ള ഒരു വടംവലിയിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, ഒരു കാർഗോ വിമാനത്തിൽ നിറയെ 1000 ശവപ്പെട്ടികളുമായിട്ട് ഒരു സൈനിക വിമാനം പോയിരിക്കുന്നു. 1000 ശവപ്പെട്ടികൾ പെട്ടെന്ന് എന്തിനാണ്? POKയിൽ നടക്കുന്ന കലാപത്തിൽ കൊല്ലപ്പെട്ട ആളുകളെ, അല്ലെങ്കിൽ BLA ഉൾപ്പെടെയുള്ള അവിടുത്തെ അവരുടെ ഭാഷയിൽ വിഘടനവാദികൾ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്യാനാണോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 1000 ശവപ്പെട്ടികൾ പാകിസ്ഥാൻ സൈന്യം ഒരു കാർഗോ വിമാനത്തിൽ കയറ്റിക്കൊണ്ട് പോയിരിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല, പാകിസ്ഥാനിൽ ഇത് എക്കാലത്തും പതിവാണ്. എത്രയോ ആളുകൾ, പട്ടാള മേധാവികൾ ജനാധിപത്യപരമെന്ന് പറയാമോ എനിക്കറിയത്തില്ല. പാകിസ്ഥാനിലെ ജനാധിപത്യം ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ളതാണല്ലോ. അങ്ങനെ അധികാരത്തിൽ വന്ന സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം കൈയാളിയ പട്ടാള മേധാവികളൊക്കെ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചതോ ഇല്ലാതായതോ അപ്രസക്തരായതോ ആയ ചരിത്രം പാകിസ്ഥാനിലുണ്ട്. അത്തരമൊരു അവസ്ഥയിലേക്ക് അസിം മുനീർ മാറുന്നു എന്നാണ് സൂചന. അതിന് അവിടുത്തെ തീവ്ര മതവിഭാഗങ്ങളുടെ പിന്തുണയുമുണ്ട് എന്നാണ് ജമായത്തുൽമ ഇസ്ലാമിൻ്റെ മൗലാന ഫസലൂർ റഹ്മാൻ്റെ പരസ്യമായ വെല്ലുവിളിയും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ത്യയെ ദ്രോഹിക്കാൻ പല പരിപാടിയും നോക്കി കൊണ്ടിരിക്കുന്ന അസിം മുനീർ ആണല്ലോ പഹൽഗാം ഓപ്പറേഷന് മുമ്പ് പറഞ്ഞത്, കാശ്മീർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേതാണ്, പാകിസ്ഥാൻ്റെ ജൂഗുലാർ വെയിനാണ് എന്ന് പറഞ്ഞ് കാശ്മീരിനെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയതിൻ്റെ തുടർച്ചയായിട്ടാണ് പാകിസ്ഥാനിലുള്ള ഭീകരവാദികൾ ഇന്ത്യയിൽ നുഴഞ്ഞു കയറി നമ്മുടെ പഹൽഗാമിലെ നമ്മുടെ സഹോദരന്മാരെ വെടിവെച്ചു വന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ചാലകശക്തി അസിം മുനീറായിരുന്നു. അസിം മുനീർ ഇപ്പോൾ സ്വന്തം രാജ്യത്ത് വലിയ ജനകീയ പ്രക്ഷോഭം നേരിടുന്നു. അവിടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഉണ്ട്. പക്ഷേ ഭരണം നടത്തുന്നത് അസിം മുനീറാണ്. അന്താരാഷ്ട്ര യോഗങ്ങളിൽ, അന്താരാഷ്ട്ര കരാറുകളിൽ ഒപ്പിടാൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അല്ല, പട്ടാള മേധാവിയാണ് പോകുന്നത്. അപ്പോൾ ഒരു ഡിഫാക്റ്റോ ഭരണാധികാരിയായിട്ട് അസിം മുനീർ മാറിയിട്ടുണ്ട്. ആ അസിം മുനീറിനെതിരെ സൈന്യത്തിനൊപ്പമോ സമാന്തരമായോ പ്രവർത്തിക്കേണ്ട ISI വലിയ തോതിലുള്ള കലാപത്തിന് കടുത്ത മതവാദികളെയും കൂട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ പട്ടാള മേധാവികൾക്കും സംഭവിച്ചതുപോലെയുള്ള ഒരവസാനമാണ് അസിം മുനീറിനെ കാത്തിരിക്കുന്നത്. അത് എപ്പോൾ വേണമെന്ന് ഒരുപക്ഷെ ഇന്ത്യ തീരുമാനിക്കും
എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ 3 ഭാഗം പാകിസ്ഥാനിൽ നിന്ന് വേറിട്ട് പോയി പാകിസ്ഥാൻ ഇനിയൊരു 4 കഷ്ണമായി മാറുമോ എന്ന തരത്തിലേക്കുള്ള ആശങ്കകൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അസിം മുനീറിനെതിരെ അട്ടിമറി നീക്കം പാകിസ്ഥാനിൽ ISIയും മതവാദികളും ചേർന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഏതായാലും പുതിയ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കാം. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ചെയ്യണേ.